പ്രിയപ്പെട്ടവരെ, ശാലോം ടി വി ഇന്നൊരുക്കുന്ന മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ എപ്രകാരമാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നുവെന്നും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ശേഷം പ്രപഞ്ചത്തിന് മകുടമായി തൻ്റെ രൂപത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ആ രംഗവും നാം വായിക്കുന്നുണ്ട്. മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവൻ പറുദീസായിലൂടെ നടന്നു നീങ്ങുമ്പോൾ ദൈവം കാണുന്നു അവൻ ഏകനായി നടക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുക നല്ലതല്ല. അങ്ങനെ ആദിമ മനുഷ്യന് അവനിൽ നിന്ന് തന്നെ ഉത്ഭവം കൊടുത്തുകൊണ്ട് ഒരു സ്ത്രീയെ നൽകുന്നു, ആദവും ഹവ്വായും. ദൈവം അങ്ങനെ ഒരു കുടുംബ ജീവിതത്തിന് അവിടെ ആരംഭമിടുകയാണ്. കുടുംബമാണ് നമുക്കറിയാം ഇന്ന് സമൂഹത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന സ്ഥിതിയായിട്ട് നിൽക്കുന്നത്. കത്തോലിക്ക സഭ തന്നെ പഠിപ്പിക്കുന്നത് പോലെ കുടുംബത്തിൽ നിന്നും വൈവാഹിക ബന്ധത്തിൽ നിന്നുമാണ് സമൂഹം തന്നെ ഉടലെടുക്കുന്നത്. ഓരോ ക്രൈസ്തവ കുടുംബത്തെയും സഭയുടെ അടിസ്ഥാന ഘടകമായിട്ടാണ് രണ്ടാം വത്തിക്കാൻ സിനോദോസ് കാണുന്നത്. എപ്രകാരം നല്ല കുടുംബജീവിതം നയിക്കുമോ അപ്രകാരമാണ് ഒരു സമൂഹം, ഒരു രാജ്യം, ഈ ലോകം തന്നെ നിലനിൽക്കുന്നത്. സമാധാനത്തിൽ, സന്തോഷത്തിൽ. അസമാധാനം പൊട്ടിപ്പുറപ്പെടുന്നതും ഒരു കുടുംബത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് പരിശുദ്ധ അമ്മ കുടുംബജീവിതത്തിൻ്റെ മാതൃക എന്നുള്ള വിഷയമാണ്. എപ്രകാരമാണ് മേരി ഒരു കുടുംബജീവിതം നയിച്ചത്? ഇന്നത്തെ ആധുനിക മനുഷ്യന് അവിടെ കുടുംബജീവിതം ശിഥിലീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ മേരിയുടെ ജീവിതം, കുടുംബജീവിതം എപ്രകാരം മാതൃകയാക്കണം എന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. മേരിയും നയിച്ചത് സാധാരണ ഒരു കുടുംബജീവിതമായിരുന്നു. പക്ഷേ അതിന് ചില പ്രത്യേകതകളുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ നിന്നാണ് ഒരു രക്ഷകൻ ലോകത്തിലേക്ക് കടന്നു വന്നത്, രക്ഷകനെ വളർത്തിയത്, രക്ഷകൻ തൻ്റെ ആ ജീവിത ദൗത്യം പൂർത്തിയാക്കിയത്. ഇന്നും ഓരോ ക്രൈസ്തവ കുടുംബവും ക്രിസ്തുവിൻ്റെ ആ രക്ഷണീയ കർമ്മം സ്വീകരിക്കുകയും രക്ഷണീയ കർമ്മത്തിന് സാക്ഷികളാകുകയും ചെയ്യണം. അതിന് മേരിയുടെ ജീവിതം എന്നും പ്രചോദനമാണ്, എന്നും മാതൃകയാണ്. ഇതേ സംബന്ധിച്ചുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും നിങ്ങളുടെ ചിന്തകളും നമുക്കിന്നിവിടെ പങ്കുവയ്ക്കാവുന്നതാണ്. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതം എന്താണെന്ന്, കുടുംബം എന്താണെന്ന് ലോകത്തിന് നാം സാക്ഷ്യം കൊടുക്കുവാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടവരുമാണ്. ഇടുക്കിയിൽ നിന്നും ബാബു എന്നയാൾ എഴുതിയ എഴുത്തിൻ്റെ പ്രധാന ഭാഗങ്ങളാണ് വായിക്കുന്നത്. യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ കുടുംബ പശ്ചാത്തലം വിവരിക്കാമോ? അതിന് സുവിശേഷത്തിൽ എന്തടിസ്ഥാനമാണുള്ളത്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുതിയ നിയമത്തിൽ വളരെ കുറച്ചേ മേരിയുടെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നുള്ളൂ. അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ വായിച്ച ബാബുവിൻ്റെ എഴുത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണ്. സുവിശേഷത്തിൽ വളരെ ചുരുക്കം മാത്രമേ മേരിയുടെ കുടുംബജീവിതത്തെപ്പറ്റി വിവരിക്കുന്നുള്ളൂ. അതേസമയം ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ വിവരിക്കുന്നുമുണ്ട്. ഒരിക്കൽ ഞാൻ പറയുകയുണ്ടായി, എന്തുകൊണ്ടാണ് മേരിയെപ്പറ്റി സുവിശേഷത്തിലൊന്നും വളരെയധികം എഴുതപ്പെടാത്തത്? അതിനൊരു കാരണമുണ്ട്. അന്ന് സ്ലീഹന്മാർ പ്രസംഗിച്ചതും പഠിപ്പിച്ചതും യേശു എന്ന ആ രക്ഷകനെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്ഷാകര കർമ്മം ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് യേശുവിനെ അവർ സുവിശേഷത്തിലൂടെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അവിടെ മേരിയുടെ കുടുംബജീവിതത്തെപ്പറ്റിയോ മേരി എപ്രകാരം ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തിച്ചു എന്നൊന്നും വ്യക്തമായി കാണുന്നില്ല. അതേസമയം ഏറ്റവും അവശ്യാവശ്യമായിട്ടുള്ളത് നമുക്ക് കാണുവാനും സാധിക്കും. മേരിയുടെ മാതാപിതാക്കളെപ്പറ്റി സുവിശേഷത്തിൽ പറയുന്നില്ല, എങ്കിലും പാരമ്പര്യം പറയുന്നത് മേരിയുടെ അമ്മ അന്നയും പിതാവ് ജോവാക്കിം ആയിരുന്നു. എപ്രകാരം കുടുംബജീവിതം നയിച്ചുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സുവിശേഷത്തിലെ ചില
ഉദാഹരണങ്ങളിൽ കൂടിയും സംഭവങ്ങളിൽ കൂടിയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, മേരിയും യേശുപിതാവും യേശുവും കൂടി ദേവാലയത്തിൽ പോകുന്ന ഒരു രംഗം. അപ്പോൾ അവർ കുടുംബമായി ജീവിച്ചിരുന്നു. ആ കുടുംബത്തിൽ അവർ നിത്യമായി ആരാധന നടത്തിയിരുന്നു. ആരാധനയുടെ ഒരു ഭാഗമായിരുന്നു ജെറുസലേമിൽ എല്ലാ വർഷവും അവർ പോയിക്കൊണ്ടിരുന്നത്. നമുക്ക് ആ ഭാഗം ഒന്നെടുത്ത് വായിക്കാം. ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 വാക്യം 46 മുതൽ. ജിസ്നെ ഒന്നെടുത്ത് വായിക്കും. ലൂക്കായുടെ സുവിശേഷം അധ്യായം 2 41 മുതൽ 52 വരെയാണ് ആ സംഭവത്തെപ്പറ്റി വിവരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് 46 മുതൽ ഉള്ള വാക്യം. 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. അവൻ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയായിരുന്നു. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടികളിലും അത്ഭുതപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇതാണ് ലൂക്കാ സുവിശേഷൻ മേരിയുടെ കുടുംബത്തെപ്പറ്റി നൽകുന്ന ഒരു നല്ല വിശദീകരണം. യേശുപിതാവുമൊത്ത് യേശുവുമൊത്ത് ജീവിക്കുന്ന മേരി, അവർ പ്രാർത്ഥനയുടെ മനുഷ്യരായിരുന്നു. അവർ നിയമം പാലിച്ചിരുന്നു, പഴയ നിയമങ്ങൾ കൃത്യമായി. അതുകൊണ്ടാണ് വർഷം തോറും നല്ലൊരു യഹൂദൻ ജെറുസലേം ദേവാലയത്തിൽ പോയി കാഴ്ച അർപ്പിച്ചിരുന്നു. അതേ പാരമ്പര്യം മേരിയുടെ ഈ കുടുംബജീവിതത്തിൽ നാം കാണുന്നുണ്ട്. മാത്രവുമല്ല, ഇവിടെ ഈ കുടുംബത്തിൽ മേരി യേശുപിതാവിന് അർഹമായ ഒരു സ്ഥാനം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, യേശുവിനോട് ചോദിക്കുന്നുണ്ട്, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? എന്നോട് ഇങ്ങനെ ചെയ്തു എന്നല്ല പറഞ്ഞത്, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? കുടുംബ ബന്ധത്തെയാണ് കാണിക്കുന്നത്. ഇതുപോലെ തന്നെ മേരി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് യേശു പലപ്പോഴും നസ്രത്തിലേക്ക് തിരിച്ചു പോകുന്നു, അമ്മയോടൊപ്പം വസിക്കുന്നു. ആ കുടുംബജീവിതത്തിൻ്റെ തുടർച്ചയാണത്. യേശുവിൻ്റെ ഒരു ആശ്രയവും ആശ്വാസവും തൻ്റെ അമ്മയുടെ അടുത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു. നല്ലൊരു കുടുംബമല്ലായിരുന്നെങ്കിൽ സമാധാനവും സന്തോഷവും സ്നേഹവും അവിടെ നിറഞ്ഞു ഒഴുകുന്നില്ലായിരുന്നെങ്കിൽ യേശു വരികയില്ലായിരുന്നു. അപ്പോൾ മേരിക്ക് നല്ലൊരു കുടുംബ പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ് നാം കാണുന്നത്. കുരിശിൻ്റെ കീഴിൽ മേരിയും എത്തിച്ചേരുന്നത്. അവിടം കൊണ്ടും കുടുംബബന്ധം തീരുന്നില്ല. അവിടെ യേശു മേരിയെ താൻ സ്നേഹിച്ച ശിഷ്യനെ പരമേൽപ്പിക്കുന്നു. വീണ്ടും ആ കുടുംബം സ്നേഹബന്ധം തുടരുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ഒരു കുടുംബം എന്ന് തന്നെ. അപ്പനും അമ്മയും മക്കളും ഒന്നുചേരുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹമാണ് എല്ലാ സമുദായത്തിൻ്റെയും രാജ്യത്തിൻ്റെയും എല്ലാ അടിസ്ഥാന ഘടകം. ഈ രീതിയിൽ മേരിക്ക് വളരെ മനോഹരമായ, ശാന്തപൂർണമായ, സമാധാനപൂർണമായ ഒരു കുടുംബജീവിതമുണ്ടായിരുന്നു. കുടുംബജീവിതത്തെപ്പറ്റി തന്നെ നമ്മെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് മേരിയുടെ ഈ കുടുംബജീവിതം, അതായത് ശാന്തതയിലും ദൈവേഷ്ടം നിർവഹിച്ചുകൊണ്ടുള്ള ജീവിതവും ഒരു മാതൃകയായി എടുക്കണമെന്നുള്ളതാണ്. എങ്കിൽ ആധുനിക ലോകത്ത് ഇന്ന് കാണുന്ന അരക്ഷിതാവസ്ഥയും അസമാധാനവും ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ സാധിക്കും. കാരണം സമാധാനം ആരംഭിക്കുന്നത് അത് കുടുംബത്തിലാണ്. സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവാൻ നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുകയുമാണ്. അച്ഛാ, നസ്രത്തിലെ തിരുക്കുടുംബം തിരുസഭാ മക്കൾക്ക് എന്നും മാതൃകയാണെന്ന് അച്ഛൻ വിശദീകരിച്ചു. എന്നാൽ ഇന്നത്തെ ലോകത്ത് മേരിയുടെ ജീവിതം
എപ്രകാരമാണ് മാതൃകയാക്കാൻ സാധിക്കുന്നത്? വളരെ വ്യത്യസ്തതകളുള്ള ലോകത്തിലാണല്ലോ നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഇന്നത്തെ ആധുനിക ലോകം തികച്ചും വ്യത്യസ്തമാണ് മേരിയുടെ ആ കാലഘട്ടത്തേക്കാൾ. പ്രത്യേകിച്ച് കുടുംബജീവിതം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാഴ്ച നമുക്ക് ചുറ്റും നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സഭ തന്നെ നമ്മെ നയിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക്, നസറത്തിലെ തിരുക്കുടുംബത്തിലേക്ക്. നസറത്തിലെ തിരുക്കുടുംബത്തിൽ നാം എന്താണ് കാണുന്നത്? നാം കാണുന്നുണ്ട് ഗബ്രിയേൽ ദൂതൻ മേരിക്ക് ദൈവസന്ദേശം നൽകുന്ന ആ നിമിഷം അവിടെ വിധേയത്വമുള്ള ഒരു യുവതിയാണ് കാണുന്നത്. മേരിയിൽ ഒരു കന്യകയാണ് കാണുന്നത്. ദൈവത്തിൻ്റെ ഹിതത്തിന് ചെവി കൊടുക്കുന്ന, ആ ദൈവത്തിൻ്റെ ഹിതത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തി. ഇതാണ് കുടുംബത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ശില. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികളുടെ സമൂഹമാണ് യഥാർത്ഥത്തിലുള്ള ഒരു കുടുംബം. അവർ കാണുന്നത് ദൈവത്തിൻ്റെ ആ ഹിതം മാത്രമാണ്. അവർ ശ്രവിക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. അവർ അവരുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത് ആ ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നോ അതനുസരിച്ചുള്ളതാണ്. അതാണ് പരിശുദ്ധ അമ്മയുടെയും മാർ യോസേപ്പിതാവിൻ്റെയും യേശുവിൻ്റെയും ജീവിതത്തിൽ നാം കാണുന്നത്. രണ്ടാമതായി നാം കാണുന്ന ഇതാണ്, അതൊരു പ്രാർത്ഥനയുടെ കുടുംബമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ ജെറുസലേമിലേക്ക് യാത്ര ചെയ്തതും. ഇതിൽ പറയുന്നത് പതിവായി അവർ പോയിക്കൊണ്ടിരുന്ന ആ വർഷവും അവർ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ എല്ലാ വർഷവും യഹൂദ നിയമം അനുസരിച്ച് അവർ ആരാധനാക്രമത്തിൽ വളരെ നിഷ്ഠയുള്ളവരായിരുന്നു. ഇന്നത്തെ ആധുനിക ലോകം ഈ പ്രാർത്ഥനയിലൂടെ ജീവിക്കാൻ വേണ്ടി സഭ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ദൈവത്തിൻ്റെ ഹിതം ഒരു കുടുംബത്തിൽ നിറയുന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവിടെ സമാധാനം നഷ്ടപ്പെടും. പക്ഷേ നസറത്തിലെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടതായി നാം ഒരിക്കലും കാണുന്നില്ല. വളരെയധികം പരീക്ഷണത്തിലൂടെയും സഹനത്തിലൂടെയും ആ കുടുംബം കടന്നു പോകേണ്ടി വന്നു. ഈജിപ്തിലേക്കുള്ള പലായനം, ഈജിപ്തിൽ നിന്നും പിന്നീട് തിരിച്ചുവരവ്, പിന്നെ നസറത്തിലുള്ള ജീവിതം. അവർ ദൈവത്തിൻ്റെ ഹിതത്തിനു വേണ്ടി മാത്രം ജീവിച്ചവരാണ്. അതുകൊണ്ട് തിരുക്കുടുംബത്തെ സഭ എപ്പോഴും ആധുനിക കുടുംബത്തിനൊരു മാതൃകയായി നൽകുകയാണ്. ഇവിടെ പരിശുദ്ധ കന്യാമറിയം തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അപ്പോൾ ഇതൊരു സമർപ്പണത്തിൻ്റെ ജീവിതമായിരുന്നു, സഹനങ്ങളിലൂടെ കടന്നുപോയ ജീവിതമായിരുന്നു. ദൈവത്തോടൊരിക്കലും ഒരു പരാതി പറയുന്നതായി കാണുന്നില്ല. അതുപോലെ തന്നെ അവർ അധ്വാനിക്കുന്ന കുടുംബമായിരുന്നു. സുവിശേഷത്തിൽ പല ഭാഗങ്ങളിൽ കാണുന്നുണ്ടല്ലോ, യേശുവിനെപ്പറ്റി പറയുമ്പോൾ അവൻ ആ യൗസേപ്പിൻ്റെ മകനായിരുന്നില്ലേ, തച്ചനായ യൗസേപ്പിൻ്റെ മകനായിരുന്നില്ലേ? യേശുവിനെയും വിളിക്കുന്നത് തച്ചനായ യേശു എന്നാണ്. അതായത് യേശുവും അധ്വാനിച്ച് ജീവിച്ച മനുഷ്യരാണ്. അമ്മയും മകനും അതുപോലെ തന്നെ പിതാവും. ഇന്നത്തെ ലോകത്തിന് അതേറ്റവും വലിയ മാതൃകയാണ്. അധ്വാനത്തിൻ്റെ ജീവിതം നയിക്കുവാൻ നസറത്തിലെ തിരുക്കുടുംബം നമ്മെ ഇന്ന് പ്രേരിപ്പിക്കുകയാണ്, നമുക്ക് മാതൃകയായി നിൽക്കുകയാണ്. മറ്റൊന്നാണ്, പരസ്പരം അംഗീകരിക്കുന്ന ഒരു കുടുംബമായിരുന്നു നസറത്തിലെ തിരുക്കുടുംബം. ഇതുകൊണ്ടാണ് മേരി ജെറുസലേമിൽ വെച്ച് യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ യേശുവിനോട് ചോദിക്കുന്ന ചോദ്യം, ഞാനും പിതാവും നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ. ആ ഞാനും പിതാവും, യേശുപിതാവിൻ്റെ വേദനയിലും ആകുലതയിലും മേരിയും പങ്കുകൊണ്ടു. യേശുപിതാവ് മേരിയുടെ ആകുലതയിലും വേദനയിലും പങ്കുകൊണ്ടു. ഈ ഒരു പരസ്പര മനസ്സിലാക്കുവാനും വേദനകളും ദുഃഖങ്ങളും പരസ്പരം ഭാരം വഹിക്കുവാനും സാധിക്കുന്ന കുടുംബമാണ് യഥാർത്ഥത്തിലുള്ള സമാധാനത്തിൻ്റെ ഉറവിടമായി നിൽക്കുന്നത്. അതായിരുന്നു മേരി നമുക്ക് കാണിച്ചു തരുന്ന ആ കുടുംബ മഹിമ. വത്തിക്കാൻ സൂനഹദോസ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ കുടുംബം എന്താണ്. ആ കുടുംബത്തെപ്പറ്റി
വത്തിക്കാൻ സൂനദോസ് പറയുമ്പോൾ അവിടെ നാം കാണുന്ന ഇതാണ്: ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, ക്രിസ്തുവിൽ സമർപ്പിക്കുന്ന ഒരു കുടുംബമാണ് യഥാർത്ഥത്തിൽ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടമെന്നാണ്. ആ ഉറവിടത്തിലേക്കാണ് ഇന്ന് സഭ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നതും അതിന് മാതൃകയായി പരിശുദ്ധ അമ്മയെ നമുക്ക് കാണിച്ചു തരുന്നത്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2:52 നാം കാണുന്നുണ്ട്, യേശുനാഥൻ ജെറുസലേമിൽ നിന്ന് തിരിച്ചു വന്ന ശേഷം എപ്രകാരമാണ് ജീവിച്ചതെന്ന് ലൂക്കാ സുവിശേഷം നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും അവൻ വളർന്നു വന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ഈ വളർത്തുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയാണ് യേശുവിനെ സഹായിച്ചത്. മാത്രവുമല്ല, യേശുവിനെ അനുധാവനം ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. യേശുവിനെ മേരി അനുഗമിച്ചിരുന്നു. ബെത്ലഹേം മുതൽ ഈജിപ്റ്റ് വരെയും, ഈജിപ്തിൽ നിന്നും വീണ്ടും നസ്രത്തിലേക്കും, നസ്രത്തിൽ നിന്നും കാൽവരിയിലേക്കും. ഇതേ സംബന്ധിച്ച് സഭയും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മേരി എപ്രകാരമാണ് യേശുവിനെ അനുധാവനം ചെയ്തതെന്നും ആ മേരിയെയാണ് നാം മാതൃകയായി എടുക്കേണ്ടതെന്നും സഭ തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തിരുസഭ എന്ന പ്രമാണരേഖയിൽ 58-ാമത്തെ ഖണ്ഡികയിൽ പറയുന്ന ഇപ്രകാരമാണ്: അങ്ങനെ പരിശുദ്ധ കന്യക തൻ്റെ വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രയിൽ മുന്നേറുകയും പുത്രനുമായുള്ള ഐക്യം കുരിശുവരെ വിശ്വസ്താപൂർവം തുടരുകയും ചെയ്തു. തൻ്റെ ഏകജാതനോടുകൂടി ദൈവ പദ്ധതികൾക്കനുസൃതമായി നിഷ്ഠൂര വേദനകൾ സഹിച്ചുകൊണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ അവൾ നിലകൊണ്ടു. അവിടെ അവൾ മാതൃസഹജമായ വികാരങ്ങളോടെ അവിടുത്തെ ബലിയോട് സ്വയം യോജിപ്പിക്കുകയും തന്നിൽ നിന്ന് ജനിച്ച ആ ബലി വസ്തുവിനെ ഹോമിക്കാൻ സ്നേഹപുരസ്സരം സമ്മതിക്കുകയും ചെയ്തു. അവസാനമായി സ്ത്രീ, ഇതാ നിൻ്റെ മകൻ എന്നരുളി ചെയ്തുകൊണ്ട് കുരിശിൽ മരണാസനായി തൂങ്ങിക്കിടക്കുന്ന ക്രിസ്തു അവളെ മാതാവായി തൻ്റെ ശിഷ്യന് നൽകി. നല്ലൊരു കുടുംബജീവിതം നയിച്ചതിൻ്റെ സമ്മാനമായിരുന്നു മേരിക്ക് തൻ്റെ പുത്രൻ നൽകിയ അവസാനത്തെ സമ്മാനം, ഇതാ നിൻ്റെ മകൻ. ലോകത്തെ മുഴുവൻ സർവ്വജനത്തെയും ഭരമേൽപ്പിക്കുകയാണ്. അതായത് തൻ്റെ മകൻ്റെ രക്ഷാകര കർമ്മത്തിൽ പൂർണ്ണമായി സഹകരിച്ച്, പൂർണ്ണമായി അനുധാവനം ചെയ്ത് തന്നെയും ഒരു ബലിയായി സമർപ്പിച്ചു തൻ്റെ പുത്രനോടുകൂടി. കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ കാര്യം ഇതാണ്: മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളും, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളും സ്വയം അർപ്പിക്കുക, അംഗീകരിക്കുക. ഇതിലൂടെയാണ് കുടുംബജീവിതം പൂർത്തിയാകുന്നത്. ഇതിലേക്കാണ് സഭ നമ്മെ നയിക്കുന്നതും പരിശുദ്ധ അമ്മയെ മാതൃകയായി സ്വീകരിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും. അച്ഛാ, മേരിയുടെ ജീവിതം മൗനത്തിൽ അധിഷ്ഠിതമാണ് എന്നാണല്ലോ നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ ലോകം തികച്ചും വ്യത്യസ്തമാണ്. ഈ രീതിയിൽ എപ്രകാരം കുടുംബത്തിന് മറിയത്തെ അനുകരിക്കുവാനായി സാധിക്കും? ശരിയാണ്, ഇന്നത്തെ ലോകം ശബ്ദമുഖരിതമാണ്. എല്ലാ രീതിയിലും ശബ്ദമില്ലാത്ത, ജീവിക്കാൻ സാധിക്കാത്ത ഒരന്തരീക്ഷമാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത്. ഈ അന്തരീക്ഷത്തിൽ മേരിയുടെ ജീവിതം നമുക്കെങ്ങനെ മാതൃകയായി സ്വീകരിക്കാൻ സാധിക്കും? മേരിയുടെ ജീവിതവും സുവിശേഷം അനുസരിച്ച് ഒരു മൗന ജീവിതം ആയിരുന്നു. ഇതിൻ്റെ അർത്ഥം മേരി സംസാരിച്ചിരുന്നില്ല എന്നല്ല. കാരണം മേരി അവസാനമായി സംസാരിക്കുന്നത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാനായിലെ കല്യാണ വിരുന്നിലാണ്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. വാസ്തവത്തിൽ അവിടുന്ന് മേരി ഒരു മൗന വിപ്ലവം ആരംഭിക്കുകയാണ്. പിന്നീട് മേരിയുടെ ജീവിതം യേശുവിനോടൊപ്പമായിരുന്നു. അവിടെ നാം കാണുന്നത് യേശുവിന് മേരി തൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നു. അതാണ് കാൽവരിയിൽ നാം കാണുന്നത്. സ്ത്രീ എന്ന് വിളിച്ചപ്പോഴും, ഇതാ നിൻ്റെ മകനെന്ന് പറഞ്ഞപ്പോഴും, മകനോട് ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞപ്പോഴും മേരിയെ മൗനത്തിലാണ് നാം കണ്ടുമുട്ടുന്നത്. സ്ലീഹന്മാരോടൊത്ത്
മൗനമായി പ്രാർത്ഥിക്കുന്ന മേരിയാണ് കണ്ടുമുട്ടുന്നത്. ഇത് ലോകത്തിന് വലിയൊരു മാതൃകയാണ്. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നാം നമ്മെ സമർപ്പിച്ച് കഴിയുമ്പോൾ അവിടെ സംസാരിക്കുന്നത് ദൈവമാണ്. ഇതായിരുന്നു മേരിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. എല്ലാം ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച മറിയം. അപ്പോൾ ഇന്നത്തെ ലോകത്തിൻ്റെ ശബ്ദത്തെ നമുക്ക് നിർത്തുവാൻ സാധിക്കില്ല. ശബ്ദം തുടർന്നു കൊള്ളട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദം ഒന്നാമത്തെ ശബ്ദമായി നമ്മുടെ കാതുകളിൽ പതിക്കണം. ദൈവവചനമാകണം നമ്മളെ നയിക്കേണ്ട ആ സർഗശക്തി. അവിടെയാണ് മേരി നമുക്കൊരു മാതൃക. അപ്പോൾ മൗനമായിക്കൊള്ളട്ടെ, മൗനമല്ലാതായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുവാൻ സാധിക്കുമോ അവിടെ നാം മേരി അനുഗമിക്കുകയാണ്. അതുവഴി ആ വ്യക്തിയും ആ കുടുംബവും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നു. ഇതാണ് രക്ഷയിലേക്കുള്ള നമ്മുടെ മാർഗം. ഇതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ഏറ്റവും വലിയ മാതൃകയും. നമുക്കറിയാം, ഒരു കുടുംബത്തെപ്പറ്റി പറയുമ്പോൾ 3 മാനങ്ങൾ, 3 ഡൈമെൻഷൻസ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഒന്ന്, ഉപരിമാനം, കുടുംബത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. രണ്ടാമത്തേത് സമമാനം, കുടുംബാംഗങ്ങളെ പരസ്പരം മനസ്സിലാക്കി അംഗങ്ങൾക്ക് അർഹമായ സ്ഥാനം കൊടുക്കുക. മൂന്നാമത്തെ ഭാഗ്യമാനം, ആ കുടുംബത്തിൽ നിന്നും സ്നേഹവും ഉപവിയും ബാക്കിയുള്ളിലേക്ക് കൊടുക്കുക. ഇങ്ങനെ ഉപരിമാനവും സമമാനവും ഭാഗ്യമാനവും സമന്വയിക്കുന്ന ഒരു കുടുംബമാണ് നസസിലെ തിരുക്കുടുംബം. ആ കുടുംബത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ വലിയ ഒരു ദൗത്യമാണ് തൻ്റെ കുമാരനെ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് മനുഷ്യത്വം നൽകിക്കൊണ്ട് ജന്മം നൽകി വളർത്തി ആ രക്ഷാകര കർമ്മം പൂർത്തിയാക്കുവാനുള്ള അമ്മയുടെ വിളി. ഇതാണ് ഇന്ന് തിരുസഭ നമുക്കെല്ലാവർക്കും നൽകുന്ന ഏറ്റവും വലിയ മാതൃക. കാരണം അമ്മയുടെ ജീവിതം സ്നേഹത്തിൻ്റേതായിരുന്നു, അനുസരണത്തിൻ്റേതായിരുന്നു, എളിമയുടേതായിരുന്നു, സമർപ്പണത്തിൻ്റേതായിരുന്നു. അതുപോലെ തന്നെ ദൈവവുമായി നിരന്തരം ഐക്യപ്പെടുന്ന പ്രാർത്ഥനാ ജീവിതമായിരുന്നു. ഇതാണ് ശബ്ദമുഖരിതമായിരിക്കുന്ന, അസമാധാനം നിറഞ്ഞു നിൽക്കുന്ന, പരസ്പരം വിശ്വാസമില്ലാത്ത ആധുനിക കുടുംബങ്ങൾക്ക് ഇന്ന് സഭയ്ക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാതൃക പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജീവിതമായിരുന്നു. പരിശുദ്ധ കന്യാമറിയം നയിച്ച കുടുംബജീവിതമായിരുന്നു. നമുക്കും പരിശുദ്ധ അമ്മയെ കൂടുതൽ അറിയുകയും സ്നേഹിക്കുകയും അമ്മ നടന്നുപോയ ആ പാതയിലൂടെ, സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയുമായ പാതയിലൂടെ ചരിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹം പ്രാർത്ഥിക്കാം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് രക്ഷാകര കർമ്മത്തിൽ പങ്കുചേർന്നുകൊണ്ട് സമാധാനവും സന്തോഷവും പ്രതീക്ഷയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥവും സ്നേഹവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ, പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ.
പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ, മക്കളെ കാക്കുന്ന മരിയാമ്പിക ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ, ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ, മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.